നമസ്കാരം. ലോകത്ത് ഔദ്യോഗികമായി ആരും അംഗീകരിക്കാത്ത നിരവധി രാജ്യങ്ങളുണ്ട്. ഇവരെല്ലാം തന്നെ സ്വയം പ്രഖ്യാപിത രാജ്യങ്ങളാണ്. അതായത് തങ്ങൾ തന്നെ ഇതൊരു രാജ്യമായി പ്രഖ്യാപിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രീതി. പക്ഷേ അവർക്ക് മറ്റു രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങളോ മറ്റ് ഒരു തരത്തിലുമുള്ള ഒരു ബന്ധവുമില്ലാതെ അവരുടെ മാത്രം ലോകത്ത് ജീവിക്കുന്ന ചെറു രാജ്യങ്ങളാണ് ഇവ. യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുണ്ട്. ചിലർ ദ്വീപസമൂഹങ്ങൾ പോലും വിലയ്ക്ക് വാങ്ങി അതിനെ ഒരു രാജ്യമായി പ്രഖ്യാപിക്കുന്നവരുണ്ട്. അതുപോലെ സ്വന്തമായി കറൻസി ഇറക്കുന്ന ഇത്തരം രാജ്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു രാജ്യം സന്ദർശിച്ച ദമ്പതികൾ അവരുടെ യാത്രയുടെ വീഡിയോ പുറത്തുവിട്ടപ്പോൾ ഞെട്ടിയത് ശരിക്കും വിനോദസഞ്ചാരികളാണ്. കാരണം എന്തുകൊണ്ട് തങ്ങളാരും ഈ ഒരു സ്ഥലം ശ്രദ്ധിച്ചില്ല എന്നാണ് പലരും ചിന്തിച്ചത്. ഇതിനൊരു കാരണവുമുണ്ട്. ഈ ദമ്പതികൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ ഒരു വസ്തുത, ഇവിടെ ഏറ്റവും രുചികരമായ ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള ഭക്ഷണം തങ്ങൾക്ക് ലഭിച്ചു, അതുപോലെ മദ്യമൊക്കെ തന്നെ ലഭിച്ചു. പക്ഷേ ഇതിൻ്റെ വില കേട്ടപ്പോൾ തങ്ങൾ ഞെട്ടിപ്പോയി എന്നാണ് അവർ പറയുന്നത്. അത്രയും ചെറിയ വിലയ്ക്കാണ് ഇവർ അവിടെ ജീവിച്ചത്. നമ്മൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കാൻ പലരും മടിക്കുന്നതിൻ്റെ ഒരു കാര്യം വലിയ തോതിലുള്ള പണച്ചെലവ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ അവിടുത്തെ നാണയത്തിന് അല്ലെങ്കിൽ അവിടുത്തെ കറൻസിക്ക് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ കറൻസിയേക്കാൾ വിനിമയ നിരക്ക് കൂടുതലോ അത്തരത്തിലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പലരും വിദേശയാത്ര ഒരു വലിയ ചിലവേറിയ കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ദമ്പതികളാകട്ടെ ധാരാളം പണവും കൈവശം വെച്ചുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ വളരെ കുറച്ച് പൈസ മാത്രമാണ് ഇവർക്ക് ചിലവാക്കാൻ കഴിഞ്ഞത്. ടൈലർ കിസർ ദമ്പതികളാണ് ഇത്തരത്തിൽ തങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലൂടെ തങ്ങളുടെ യാത്രയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തെക്ക് കിഴക്കൻ യൂറോപ്പിലെ സ്വയം പ്രഖ്യാപിത രാജ്യമായ പ്രിഡ്നസ്ട്രോവിയൻ മോൾഡോവിയൻ റിപ്പബ്ലിക്കിലാണ് ഇവർ ഒരു യാത്ര നടത്തിയത്. ഈ രാജ്യത്തിൻ്റെ പേര് പോലും നമുക്ക് കൃത്യമായി എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന തരത്തിലല്ല എന്ന് മനസ്സിലായി കാണുമല്ലോ. ഏതായാലും ഈ രാജ്യം നേരത്തെ സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ ഭാഗമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് 1990-കളുടെ ആദ്യം സോവിയറ്റ് യൂണിയൻ തകർന്ന സമയത്ത് ഇവർ മോൾഡോവിയൻ റിപ്പബ്ലിക്കുമായി ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. പിന്നീട് മോൾഡോവിയൻ റിപ്പബ്ലിക്കിൽ നിന്ന് തന്നെ സ്വാതന്ത്ര്യം നേടി ഇപ്പോൾ ഒരു രാജ്യമായിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ ദമ്പതികൾ സന്ദർശനം നടത്തിയത്. ഇവരിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച പല സ്ഥലങ്ങളിലും ഫോട്ടോഗ്രാഫിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഫോട്ടോ എടുക്കാൻ കഴിയും. ഇവിടെ എല്ലാം തന്നെ കാണാൻ കഴിയുന്നത് പഴയ സോവിയറ്റ് കാലത്തെ പ്രതിമകൾ, അതായത് ലെനിൻ്റെയും മറ്റുമൊക്കെ പ്രതിമകളും അന്നത്തെ ഓർമ്മകൾ പുതുക്കുന്ന ഈ പാർട്ടി ചിഹ്നങ്ങളുമൊക്കെയാണ് ഉള്ളത്. പിന്നീട് ഇവർ ആ നഗരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴാണ് ഒരു കാര്യം അവർക്ക് മനസ്സിലായത്, ഇവിടെ റഷ്യൻ ഭാഷ മാത്രമാണ് ആളുകൾ സംസാരിക്കുന്നത്. പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു സ്വതന്ത്ര രാജ്യമാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ഭാഷ റഷ്യനാണ്. മാത്രമല്ല ഇവിടെ ഇവർക്ക് സ്വന്തമായി കറൻസിയുണ്ട്. ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന ഡോളർ കൊടുത്തപ്പോൾ വളരെ വലിയ തുകയാണ് പകരം ഇവർക്ക് ഇതിനായി ലഭിച്ചത്. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നു. അവിടെ നിന്ന് ഏറ്റവും മികച്ച ഭക്ഷണമാണ് ഇവർ കഴിച്ചത്. തങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ വിഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കൂടാതെ നല്ല വൈനും ബ്രാൻഡിയുമെല്ലാം ഇവർ ആവോളം ആസ്വദിച്ചു. ഒരു കുപ്പി മദ്യം പോകുന്ന വഴിക്കവർ വാങ്ങുകയും ചെയ്തു. ഈ ദമ്പതികൾ പറയുന്നത് ഇവിടെ നിന്ന് കിട്ടിയ ഭക്ഷണവും ഇവിടെ നിന്ന് ലഭിച്ച മദ്യവും എല്ലാം തന്നെ ഏറ്റവും ലോകോത്തര നിലവാരം പുലർത്തുന്നതായിരുന്നു എന്നാണ്. രാത്രിയിൽ ഇവർ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോഴവർ നേരിയ തോതിൽ മദ്യവയ്ക്കുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ബില്ല് കിട്ടിയപ്പോഴാണ് അവർ ഞെട്ടിപ്പോയത്. ഉച്ചയ്ക്കും രാത്രിയിലും കൂടെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബില്ല് $25 താഴെയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതിലും എത്രയോ ഇരട്ടി തുകയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇത്രയും ചെറിയ തുക കണ്ട് അവർ അമ്പരന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങൾ പോലും അവരുടെ ടൂറിസ്റ്റുകളോട് ഈ സ്ഥലം സന്ദർശിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇവിടെ അനാവശ്യമായ യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളില്ല. കൂടാതെ റഷ്യ യുക്രൈൻ യുദ്ധം ഒരു തരത്തിൽ ഇവരെ ബാധിക്കുന്നതുമില്ല. കാരണം ഈ രാജ്യം ഇതൊരു ആരും അംഗീകരിക്കാത്ത ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇവർ ആരുടെയും പക്ഷം ചേർന്ന് നിൽക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യം ആക്രമിക്കാൻ റഷ്യയ്ക്കോ യുക്രൈനോ യാതൊരു താല്പര്യവുമില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സുരക്ഷിതമായി വളരെ കുറഞ്ഞ ചെലവിൽ പോയി വിനോദസഞ്ചാരം നടത്താനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് ഈ ആരും അംഗീകരിക്കാത്ത രാജ്യം എന്നാണ് ഇപ്പോൾ ബ്രിട്ടനും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴും ഇതിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആരും അംഗീകരിച്ചിട്ടില്ല. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വളരെ വികസിതമായൊരു പ്രദേശം തന്നെയാണ് എന്നാണ്. വലിയ കൂറ്റൻ കെട്ടിടങ്ങളും അതുപോലെ നല്ല വൃത്തിയുള്ള തെരുവുകളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ ജനങ്ങൾ ഇതൊരു സ്വതന്ത്ര രാജ്യമായി സ്വയം പ്രഖ്യാപിച്ച് ഇവിടുത്തെ സംവിധാനങ്ങളിൽ അവർ ഒതുങ്ങി ജീവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടുത്തെ ജനസംഖ്യയെക്കുറിച്ചൊന്നും ഈ ദമ്പതികൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ വിശദീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇതൊരു തീരെ ചെറിയ രാജ്യമായിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യക്കാർക്കും വേണമെങ്കിൽ നാളെ ഈ രാജ്യത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു സന്ദർശനം നടത്താം.